എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്ക് ഇന്നൊരു മസാല ചായ ഉണ്ടാക്കിയാലോ. മസാല ചായ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ ഇവിടെ ഇപ്പം നല്ല മഞ്ഞ, ഈ മഞ്ഞളിലുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ തൊണ്ടൊക്കെ കറകറപ്പൊന്നും ഇല്ലാണ്ടിരിക്കാൻ നല്ലൊരു ചായയായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ഉരലിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ്, അതിൻ്റെ കൂടെ തന്നെ ഒരു 5 കുരുമുളകും. 5 കുരുമുളക് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ. 5 കുരുമുളക് 1 കപ്പ് ചായക്ക് കറക്റ്റാണ്, നല്ല സുഖമുണ്ട്. നല്ലോണം എല്ലാം കൂടി നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ച് കൊടുക്കാം. ഒന്ന് ചതച്ചിട്ട് ഒരു ഭാഗത്തിരിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇഞ്ചിക്ക് പകരം ചുക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചുക്കോ ചുക്കിൻ്റെ പൊടിയോ എന്തായാലും. ഇനി ഇതാ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണേ വെച്ചത്. അതിലേക്ക് ഈ ചതച്ച് വെച്ച മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അന്നേരം ഹൈ ഫ്ലെയിമിലിട്ടോ. ഇത് നല്ലോണം തിളച്ച് തുടങ്ങിയാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലോണം തിളച്ച് അതിൻ്റെ മസാല മൊത്തം അതിൽ ഇറങ്ങുന്ന വരെ തിളച്ചോട്ടെ. ഒരു മിനിറ്റ് നല്ലോണം തിളക്കുക. അതിന് ശേഷം ചായപ്പൊടി ഞാനിപ്പോൾ 1.5 ടീസ്പൂണായിട്ട് അത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറക്കുകയോ ചെയ്യുക. ഇട്ടിട്ട് അതിന് ശേഷം 1 മിനിറ്റ് നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തിളക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞാനിപ്പോൾ വെല്ലത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. വെല്ലം ചീകിയിട്ടിട്ട് കൊടുത്തതാണേ. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്ന പോലെക്കാന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ വെല്ലത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതെനിക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയം ഫ്ലെയിം കിടന്നിട്ട് ഈ ഡിക്കോഷനെല്ലാം നല്ലോണം ചായപ്പൊടിയിൽ നിന്ന് ഇറങ്ങി ആ മസാലയെല്ലാം കൂടി വെന്ത് നല്ല പാകമായി വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് ആദ്യം വേണമെങ്കിൽ മീഡിയമോ അല്ലെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തിള തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റ് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ച് അതിങ്ങനെ ഒന്ന് കുറുകി വരുമ്പോൾ ശരിക്കും ഇത് നമ്മൾ അളന്നെടുക്കുമ്പോൾ 1 കപ്പേ ഉണ്ടാവും കേട്ടോ. 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് ചായ ഇതുണ്ടാവും. എല്ലാം കുറുകി വരുമ്പോഴത്തേക്ക് ഒഴിച്ച് നോക്കാം നമുക്ക്. ഉണ്ടല്ലേ, ഈ 1 കപ്പിലേക്ക് 1 കപ്പ് ചായ. ഈ ചായ നല്ലോണം ഒന്ന് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയെടുത്താൽ നല്ല അടിപൊളി ചായ കേട്ടോ. അപ്പം എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.